ഹായ് കൂട്ടുകാരെ, ജീവിക്കാൻ വേറൊരു വഴിയും ഇല്ലാതെ വന്നപ്പോഴാണ് ഇവൾ ഈ പണി തിരഞ്ഞെടുത്തത്. പക്ഷേ ഇന്ന് തന്നെ കാണാൻ വന്നത് തൻ്റെ മകനാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അവൾ ആകെ തകർന്നു പോയി. കഥ തുടങ്ങുമ്പോഴേ കാണിക്കുന്നത് ഒരു പെണ്ണ് കണ്ണാടിയുടെ മുമ്പിലിരുന്ന് നല്ലപോലെ ഒരുങ്ങുകയാണ്. അപ്പോൾ അവളുടെ റൂമിൽ അവളെ കാണാൻ ഒരുത്തൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവൾ ഒരുങ്ങി വന്നിട്ട് ചോദിക്കും, എങ്ങനെയുണ്ട്, എന്നെ കാണാൻ ചന്തമുണ്ടോ എന്ന് ചോദിക്കും. ഇപ്പം പറയും, ആ ചന്തമുണ്ട്, നിങ്ങൾക്ക് വിരോധമില്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ ഒരു ഫോട്ടോ എടുത്തോട്ടെ. ഇവിടെ പലരും വന്നിട്ടുണ്ട്. നിങ്ങളെപ്പോലെ ഒരാൾ ആദ്യമാണ് സാരി വാങ്ങി തരുന്നു, ഫോട്ടോ എടുക്കാൻ പറയുന്നു, അവസാനം പൈസ തന്നില്ലെങ്കിൽ എൻ്റെ സ്വഭാവം മാറും. പൈസയൊക്കെ എൻ്റെ കയ്യിലുണ്ട്, ഫോട്ടോ എടുത്തോട്ടാൻ ചോദിക്കും. ആ പൈസയൊക്കെ ഉണ്ടെങ്കിൽ ഫോട്ടോ എടുക്കും എന്ന് പറഞ്ഞ് ഇവള് അങ്ങനെ പോസ്റ്റൊക്കെ ചെയ്ത് കൊടുക്കും. ആ ഫോട്ടോ എങ്ങനെയുണ്ട് കാണിച്ച്. ഇവൾ ഫോട്ടോ നോക്കുമ്പോൾ ഇവനാണെങ്കിൽ ഇവളെ തന്നെ നോക്കിയിരിക്കുകയാണ്. എന്നിട്ട് പയ്യെ കയ്യിൽ കയറി പിടിക്കും കേട്ടോ. അപ്പോൾ ഇവൾ തിരിയുമ്പോഴത്തേക്കും പെട്ടെന്ന് കൈ അങ്ങോട്ട് വലിക്കും. പിന്നെ ഈ പെണ്ണാണെങ്കിൽ ഇവൻ്റെ അടുത്ത് വന്നിട്ട് കവിളിലൊക്കെ തലോടി എന്ന് വെച്ചാൽ ഒരു മൂടാകുന്ന പോലെയുള്ള സംഭവം സിറ്റുവേഷനൊക്കെ ആകുകയാണ്. പെട്ടെന്ന് കോളിംഗ് ബെല്ലടിക്കും. കോളിംഗ് ബെല്ല് കേട്ട് പയ്യൻ ഞെട്ടും കേട്ടാ. ഇവൾ പറയും, പേടിക്കാനൊന്നുമില്ല, എനിക്ക് ഫുഡ് കൊണ്ട് ആൾ വന്നാൽ. എന്നിട്ട് ഫുഡ് മേടിച്ചിട്ട് പോകുന്ന പോക്കിന് കവറിൽ നിന്ന് മറ്റേ സാധനം എടുത്ത് ഓറയെടുത്ത് ഇവനിട്ട് കൊടുക്കും. ചെറുപ്പത്തിൽ തന്നെ അസുഖമൊന്നും വരണ്ടെന്ന് പറയും. എന്നിട്ട് ഇവൾ ഫുഡ് കഴിക്കുകയാണ്. നീ കഴിച്ചോന്ന് ചോദിക്കും. അവൻ പറയും, ആ ഞാൻ കഴിച്ചു എന്ന് പറയും. ഇവൾ പറയും, ഞാൻ വെറുതെ ചോദിച്ചതാ, ആകെ 2 പൊറോട്ടയേ ഉള്ളൂ, എനിക്ക് കഴിക്കാനുള്ളതേ ഉള്ളൂ, എന്നാലും ഒരു ഫോർമാറ്റിക്ക് ചോദിച്ചാന്ന്. രാവിലെ ആകെ കഴിച്ചത് 2 പൂരിയാണ്. പിന്നെ ഫുഡ് കഴിക്കാനൊന്നും സമയം കിട്ടിയില്ല. ഇവനിവളെ നോക്കിയിട്ട് പറയും, നിങ്ങൾ നല്ല സുന്ദരിയായിട്ടുണ്ട്. ഈ പെണ്ണാണെങ്കിൽ അത് കേട്ട് ചിരിക്കും കേട്ടോ. ഇവൻ ചോദിക്കും, നിങ്ങൾ എന്തിനാണ് ഈ പണി തിരഞ്ഞെടുത്തത്, വേറെ പണിയൊന്നും കിട്ടിയില്ലേ? ഏത് പണി, നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? അല്ല, ഈ പണി വേറെ ഒന്നും കിട്ടിയില്ലേ? നീ എന്താണ് കഥ എഴുതാൻ വന്നാണോ, അതോ ന്യൂസ് പേപ്പറിൽ നിന്ന് അങ്ങനെ എന്തെങ്കിലും ആണ്? അന്നൊരുത്തനിവിടെ വന്നിരുന്നു, അവനെ ഞാൻ അന്ന് ചവിട്ടി പുറത്താക്കിയതാ, നീയും അങ്ങനെയാണെങ്കിൽ ഇപ്പം തന്നെ പൊക്കോന്ന് പറയും. അപ്പോൾ ഇവൻ പറയും, സോറി, ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സ്ഥലത്ത് വന്നത്. അപ്പോൾ ചെറുപ്പത്തിൽ നിങ്ങളെപ്പോലുള്ള ആൾക്കാരെ കാണുമ്പം ഇവരെങ്ങനെ ഈ പണിക്ക് വന്നു, ആ കൗതുകം കൊണ്ട് ചോദിച്ചതാണ്. നിന്നെ കണ്ടപ്പം എനിക്ക് എന്തോ ഒരു ആത്മബന്ധം തോന്നി, വേറെ ആരെങ്കിലുമാണ് ഞാൻ ചവിട്ടി പുറത്താക്കിയേനെ. ഇവൻ ചോദിക്കും, എന്നാൽ പിന്നെ ഒന്ന് പറഞ്ഞുകൂടെ, എങ്ങനെ ഇങ്ങനെ വന്നു, ഈ ജോലിയെ തിരഞ്ഞെടുത്തു? ഓ, നീ അത് വിട്ടില്ലേ? ഒരു പ്രേമമാണ് എന്നെ ഇവിടെ എത്തിച്ചത്. +2 കഴിഞ്ഞ സമയത്ത് എനിക്കൊരു പ്രേമം ഉണ്ടായിരുന്നു. പതിവ് പോലെ തന്നെ വീട്ടിൽ പിടിച്ചു. പിന്നെ ഞങ്ങൾക്കൊരു വഴിയില്ലായിരുന്നു. അവൻ മുസ്ലിമായിരുന്നു, വീട്ടിൽ സമ്മതിച്ചില്ല. പിന്നെ ഞങ്ങൾ നാട് വിട്ടു. പിന്നെ ഞങ്ങൾ അവിടെ ചെന്ന് ലോണെല്ലാം എടുത്ത് ഒരു ഹോട്ടൽ ആരംഭിച്ചു. എല്ലാം നല്ലപോലെയാണ് ആദ്യം പൊയ്ക്കൊണ്ടിരുന്നത്. ഹോട്ടലിലൊക്കെ നല്ല കച്ചവടം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഗർഭിണിയായി. സന്തോഷമൊന്നും അധിക നാൾ നിന്നില്ല. ഹോട്ടൽ ബിസിനസ് എല്ലാം പൊളിഞ്ഞു. അതിൻ്റെ സങ്കടത്തിൽ അവനാണെങ്കിൽ ജീവൻ അവസാനിപ്പിച്ചു. ഒരു നിവൃത്തിയില്ലാതെ ഞാൻ എൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ വീട്ടിൽ നിന്ന് തന്നെ അടിപ്പയച്ചു. ഒരു വഴിയില്ലാതെ കടത്തിണ്ണയിൽ കിടന്ന എന്നെ പ്രസവ സമയത്ത് ഓട്ടോക്കാരെല്ലാം കൂടെ ആശുപത്രിയിൽ എത്തിച്ചു. അവിടുന്ന് ഞാനൊരു കൊച്ചിന് ജന്മം നൽകി. പിന്നെ അവിടുന്ന് പരിചയപ്പെട്ട ഒരു സ്ത്രീ എന്നെയും കൊച്ചിനെയും കൂട്ടിക്കൊണ്ടുപോയി. അവർ ചെയ്യുന്ന ജോലിയാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. ഇതെല്ലാം കേട്ട് ഇവനാണെങ്കിൽ കരഞ്ഞ് ശരിക്കും വല്ലാത്ത സങ്കടത്തിലിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഇവർ പറയുകയാണ്, എനിക്ക് എൻ്റെ കൊച്ചിനെ ഓർഫണേജിലാക്കേണ്ടി വന്നു, ഈ തൊഴിൽ കാരണം കൊച്ചിനെ കൂടെ നിർത്താൻ പറ്റിയില്ല. ഇതൊക്കെ പറഞ്ഞ് ഇവർ കരഞ്ഞുകൊണ്ട് വാഷ്റൂമിൽ പോയിട്ട് മുഖമൊക്കെ കഴുകുകയാണ് കേട്ടോ. പിന്നെ ഇവർ തിരിച്ചു വന്ന് നോക്കുമ്പോൾ ഇവനെ കാണാനില്ല. അപ്പോൾ എന്താ സംഭവിച്ചെന്നറിയില്ല കേട്ടോ. പിന്നെ ഇവർ നോക്കുമ്പോൾ മേശപ്പുറത്ത് കുറച്ച് പൈസയും എന്തോ ഒരു പേപ്പർ, എന്തോ ഒരു എഴുത്താന്ന് തോന്നുന്നു. ഇത് കണ്ടിട്ട് ഇവർ ഒന്ന് ഞെട്ടും കേട്ടോ. എന്നിട്ട് പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങി ഓടും. എന്നിട്ടാണെങ്കിൽ ഈ പയ്യൻ അവിടെ എല്ലാം നോക്കും, പക്ഷെ അവനെ കാണാനില്ല, അവൻ പോയിട്ടുണ്ടാവും. ഇവരാണെങ്കിൽ അപ്പോൾ അതും കെട്ടിപ്പിടിച്ച് കിടന്ന് കരയും കേട്ടോ. അപ്പോഴാണ് ശരിക്കും നമ്മൾ ഞെട്ടുന്നത്. ഇതാണ് ഇതിൻ്റെ ശരിക്കും രോമാഞ്ചം ഉണ്ടാക്കുന്ന സീന്. എന്ന് വെച്ചാൽ ഈ പയ്യനാണെങ്കിൽ ഇവരുടെ മകനാണ്. ആ പഴയ ഒരു ഫോട്ടോയാണ് ഇവൻ കൊണ്ടുവന്നത്. പക്ഷേ ഈ പയ്യനാണെങ്കിൽ ഇറങ്ങിപ്പോകും കേട്ടോ. ഇവൻ്റെ അമ്മയെ കൂട്ടിയില്ല. പക്ഷേ അതെനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അമ്മയെ കൂട്ടി പോകായിരുന്നു. ഗൈസ്, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഫുൾ സീരീസ് കാണണമെങ്കിൽ ചോദിക്കൂ, പേര് പറയാം കേട്ടോ.